തീരസാന്ത്വനം ഭവന സമുച്ചയ ഉദ്ഘാടനവും തൻസീൽ അക്കാദമി സന്നദ്ധാന സമ്മേളനവും സംഘടിപ്പിച്ചു. ഖുർആൻ ഹിഫ്ള് പൂർത്തീകരിച്ചവർക്കുള്ള സന്നദ്ധാന ചടങ്ങും പരിപാടിയുടെ ഭാഗമായി നടന്നു. ജീവകാരുണ്യ രംഗത്ത് കഴിഞ്ഞ 4 വർഷമായി സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന തീരം ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ കെയർ ട്രസ്റ്റ് കടൽക്ഷോഭത്തിൽ ഭവനരഹിതരായവർക്ക് നൽകുന്ന പാർപ്പിട പദ്ധതിയായ തീരസാന്ത്വനം വീടുകളുടെ ഉദ്ഘാടന കർമ്മവും ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന തൻസീൽ അക്കാദമി ഓഫ് ഖുർആൻ സ്റ്റഡീസിൽ നിന്നും 2.5 വർഷം കൊണ്ട് ഹിഫ്ള് പൂർത്തീകരിച്ചവർക്കുള്ള സന്നദ്ധാന ചടങ്ങുമാണ് പൊന്നാനി RV ഹാളിൽ വെച്ച് നടത്തിയത്. 2021 ഒക്ടോബർ 2 വെളിയങ്കോട് താവളക്കുളത്ത് വെച്ച് കല്ലിടൽ കർമ്മം നിർവഹിച്ച പാർപ്പിട പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായി. മാതാപിതാക്കളെയും അവരുടെ അധ്യാപകരെയും ആദരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിന്റെ ആശയമാണ്. ഹാമിലുൽ ഖുർആൻ ഹാമിലുർ റായത്തുൽ ഇസ്ലാം മൻ അക്രമഹു അക്രമഹുല്ലാഹ്. ഖുർആൻ ഷരീഫിന്റെ വഹിക്കുന്നവർ, ഖുർആൻ ഷരീഫിനെ മനഃപ്പാഠമാക്കുന്നവർ ഇസ്ലാമിന്റെ പതാകവാഹകരാണ്. കൂടാതെ മതഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് 3 വർഷമായി പ്രവർത്തിച്ചു വരുന്ന തൻസീൽ അക്കാദമിയിൽ നിന്നും ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സന്നദ്ധാന ചടങ്ങും നടന്നു. പരിപാടി ജമിയത്തെ ഉലമ ഹിന്ദ് സംസ്ഥാന പ്രസിഡന്റ് മൗലാന ഹാഫിള് മുഹമ്മദ് ഇസ്ഹാഖ് അൽ കാസ്മി ഉദ്ഘാടനം ചെയ്തു. പണ്ഡിതനും ഖുർആൻ പ്രഭാഷകനുമായ നൌഷാദ് കാക്കവയിൽ മുഖ്യപ്രഭാഷണം നടത്തി. പൊന്നാനി മഖ്ദൂം മുത്തുക്കോയ തങ്ങൾ, സയ്യിദ് ഹാഷിം ഹദ്ദാദ് തങ്ങൾ, ഹുസൈൻ സക്കാഫി ചമ്മലശ്ശേരി, EM മുഹമ്മദ് അമീൻ പെരുമ്പിലാവ്, ഡോക്ടർ മുജീബ് റഹ്മാൻ അജ്മീൻ നിലമ്പൂർ, ഹാഫിൽ ഹബീബ് റഹ്മാൻ നജ്മി, P മുഹമ്മദ് നവാസ്, RV അഷ്റഫ്, KV സിറാജുദ്ദീൻ, M അഷ്റഫ് എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ് പൊന്നാനി.